ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇഫ്താറിന് സ്പെഷ്യൽ ആയിട്ടുള്ള തരിപ്പോളയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ പോളയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം, കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അതിലേക്ക് 6 ഏലക്കായ ചേർക്കാം. ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ട ചേർക്കാം. 3 മുട്ടയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം മൈദ ഒരു 6 ടേബിൾ സ്പൂൺ ആവണം എടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു ബീറ്റർ വെച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചും നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഏലക്കായ് പൊടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് നല്ല ഫ്ലഫി ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് എത്രയും നന്നായിട്ട് അടിക്കുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മളുടെ പോള. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് 5 തൊട്ട് 7 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളുടെ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 8 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഒരു വിസ്ക് കൊണ്ട് യോജിപ്പിച്ചെടുക്കാം. ഓവർ മിക്സ് ആവേണ്ട ആവശ്യമില്ല. പതുക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറേശ്ശെ മൈദ ഇട്ട് വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കാനായിട്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഒരു അലൂമിനിയം പാത്രം നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാൻ വെച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് മുട്ട മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ അലൂമിനിയം പാത്രം അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു പാൻ എടുത്താലും മതി. ഇനി നമുക്കത് മൂടി വെച്ച് 20 തൊട്ട് 25 മിനിറ്റ് വരെ വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും വെച്ച് അലങ്കരിക്കാം. ഇനി മൂടി വെച്ച് 20 തൊട്ട് 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്നൊന്നുമില്ല, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ പാനിൽ നിന്ന് തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണിത്. ഇതൊട്ടും സൈഡൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് പാകമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ ഇടുന്ന മുട്ടയുടെയും മൈദയുടെയും കണക്കൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള തരിപ്പോള കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മളുടെ തരിപ്പോള റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മുറിക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇഫ്താറിന് വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. സൽക്കാരങ്ങളിലുമൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് ഈ തരിപ്പോള. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.